എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണിത്. എനിക്ക് 3 to 4 months ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി സെക്കൻഡ് പാർട്ട് മെയിൻ പേപ്പർ ഇംഗ്ലീഷ് കുറച്ച് ടഫായിട്ട് തോന്നി. ക്രൊണോളജിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് എക്സ്പെക്ട് ചെയ്തതിലും കുറച്ച് ടഫായിരുന്നു. ഫസ്റ്റ് പേപ്പർ ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എക്സാം ഇപ്പോൾ കഴിഞ്ഞ റീനെറ്റ് എഴുതിയപ്പോൾ യൂഷ്വലി വന്ന ക്വസ്റ്റ്യൻസിനെക്കാട്ടും ഇത്ര വ്യത്യസ്തമായ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. ഇത്തവണ ആ ഒരു പാറ്റേണാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അറിയാവുന്ന കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ പേപ്പർ 1 എളുപ്പമായിട്ട് തോന്നി. മാത്സ് കുറവായിരുന്നു ഇത്തവണ പേപ്പർ 1 കൂടുതലും ബാക്കി ടോപ്പിക്സിൽ നിന്നായിരുന്നു ഉണ്ടായിരുന്നു. അത്യാവശ്യം എളുപ്പമായിരുന്നു. ജനറൽ പേപ്പർ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. പിന്നെ മെയിൻസ് ആണ് ഇത്തിരി ബുദ്ധിമുട്ടായത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഭയങ്കര? പബ്ലിക്കേഷൻ ക്രോണോളജി കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്. അതർവൈസ് ബാക്കിയെല്ലാം വലിയ കുഴപ്പമുണ്ടായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ? അല്ലല്ല, ഞാൻ 4th attempt. അത് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി എങ്ങനെ ഉണ്ടായിരുന്നു? ബാക്കി ബെറ്റർ ആയിരുന്നു. കഴിഞ്ഞ എക്സാമിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ അധികം പ്രിപ്പയർ ചെയ്ത് വന്ന ആളാണ്. പക്ഷേ അത്യാവശ്യം കോച്ചിങ് പ്രിപ്പയർ ഒക്കെ എടുത്തവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും എന്ന് തോന്നിയ ഒരു എക്സാം. പഠിച്ചെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നേനെ. പഠിച്ചിട്ടുണ്ടായില്ല. കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ പേപ്പർ നല്ല എളുപ്പമായിരുന്നു. മെയിനായിട്ട് ഈ സെയിം ക്രോണോളജി ചോദിക്കുന്നത് മാത്രമേ ടഫായിട്ട് തോന്നിയിട്ടുള്ളൂ. എനിക്ക് പറഞ്ഞ പോലെ തന്നെ പഠിച്ചായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. പിന്നെ ഇതുപോലെ ML എഡിഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പഠിച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓൾമോസ്റ്റ് പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിരുന്നു. ഈ DI ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെ നല്ല സിമ്പിളായിരുന്നു. ഇംഗ്ലീഷ് സെക്ഷൻ ഞാൻ കുറച്ച് റിവൈസ് ചെയ്തിട്ടില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ്. കുഴപ്പമില്ല, ഈസി ആയിരുന്നു. ഇംഗ്ലീഷ് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഇംഗ്ലീഷ് ആയിരുന്നു പ്രതീക്ഷിച്ചതിനേക്കാൾ ഈസി ആയിട്ട് വന്നത്. ജനറൽ പേപ്പറൊക്കെ നല്ല ഈസി ആയിരുന്നു. കോച്ചിങ് എടുക്കുന്നുണ്ട്? അത് സ്വന്തമായിട്ട് പഠിക്കാം? സ്വന്തമായിട്ട് പഠിച്ചു. എത്ര നാളെ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ട്? PG കഴിഞ്ഞിട്ട് തുടങ്ങിയായിരുന്നു. ജസ്റ്റ് നോക്കിയായിരുന്നു. എക്സാമിന് അത്രയും പ്രിപ്പയർ ആയിട്ടൊന്നല്ല വന്നത്, പക്ഷെ വിചാരിച്ചതിനേക്കാൾ ഈസി എളുപ്പമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നെറ്റ് എന്തായാലും കിട്ടും. ഉറപ്പില്ല, അറിയില്ല. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ഈസി ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ? അല്ലല്ല, 4-5 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ഇതിന് മുന്നേ. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് പൊതുവെ എളുപ്പമായിരുന്നു. കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഈസി ആയിരുന്നു ഇപ്രാവശ്യത്തെ. പഠിച്ച പോലെയൊക്കെ തന്നെ പഠിച്ച പോലൊക്കെ തന്നെയാണ്. പിന്നെ ആസ് യൂഷ്വൽ ഈ ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിക്കുന്നതും അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു സബ്ജക്റ്റിൽ. ഇംഗ്ലീഷിൽ വന്നത് ജനറൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു നേരത്തെ ഉള്ളതിനേക്കാളും. പ്രശ്നം കിട്ടുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ലാസ്റ്റ് വെച്ചിട്ട് കുറച്ച് റിവിഷൻ ക്ലാസ്സസ് ഒക്കെ കേട്ട് അങ്ങനെ പോകുന്നു. അത് ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു ആവറേജ് സിമ്പിളായിട്ട് ഇംഗ്ലീഷായിരുന്നു. സിമ്പിളായ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ടഫായ ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ എളുപ്പമായിരുന്നു എന്നാണ് എഴുതിയവർ പറഞ്ഞത്. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. എഴുതിയപ്പോൾ പറഞ്ഞു കഴിഞ്ഞ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഞാൻ നോക്കി, കുറച്ച് നോക്കി. അത് വെച്ചിട്ടൊക്കെയാണോ വന്നിട്ടുണ്ടായിരുന്നത്? കുറച്ചൊക്കെ, പക്ഷെ ബാക്കിയുള്ളത് പ്രീവിയസ് അങ്ങനെ വരാറില്ല. റിജക്ഷൻ ഇല്ല, അങ്ങനെ വരാറില്ല. എന്നാലും നമുക്ക് പാറ്റേൺ മനസ്സിലാവില്ല. അങ്ങനെ അതേ പാറ്റേൺ തന്നെയായിരുന്നു? അല്ലല്ല, വ്യത്യാസമുണ്ട്. എന്നാലും നമുക്ക് ഏറെക്കുറെ ഗസ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ കൊല്ലത്തേക്കാളും ഇച്ചിരി എളുപ്പമായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. എൻ്റെ അറിവിലല്ല, എനിക്ക് ഇച്ചിരി പാടായിരുന്നു. കൂട്ടുകാരൻ എങ്ങനെയാണോ? കഴിഞ്ഞ വട്ടത്തെക്കാട്ടും എളുപ്പമായിരുന്നു, പക്ഷേ എനിക്ക് പ്രിപ്പറേഷൻ കുറച്ച് ശോകമായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു പാടുണ്ടായിരുന്നു.